Our next topic is matrix matrices. Matrix matrices എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തു. ഒരു പ്രാവശ്യം മെട്രിക്സ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് എങ്ങനെ ആ മെട്രിക്സിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം? ആ മെട്രിക്സിന് എത്ര റോസ് ഉണ്ടെന്ന് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാവും? എത്ര കോളംസ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാവും? ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ്. അതായത് ഒരു മെട്രിക്സ് നമുക്കൊരു മെട്രിക്സ് നിങ്ങളൊരു ചുമ്മാ ഞാൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും മിസ് അതിന്റെ സൈസ് എത്രയാണ്? സൈസിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട്, ഇനി ആ മെട്രിക്സിനകത്ത് എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റാസ് ആണ് എൻട്രി ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഈ മെട്രിക്സ് കൊണ്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളൊരു മെട്രിക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഒരു മെട്രിക്സ് 1 to 9 എലമെന്റ്സ് ഉള്ള മെട്രിക്സ്. ഒബ്വിയസ്ലി 9 എലമെന്റ് ഉണ്ട് എങ്കിൽ 3 റോസും 3 കോളംസും ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ റോസ് ഇത് നിങ്ങളിങ്ങനെ ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് കൊടുക്കണമെന്നില്ല, ഇങ്ങനെയായാലും കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കൊടുത്താലും തെറ്റില്ല, താഴോട്ട് കൊടുത്താലും പ്രോഗ്രാം റൺ ആയിക്കോളും. ഓക്കെ, അപ്പം ഇത് നമ്മളൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ റോ വൈസ് ഡേറ്റ എൻട്രി ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. അതിനാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ബൈ റോ ഈക്വൽ ടു ട്രൂ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബൈ റോ ട്രൂ കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഡേറ്റാസ് കോളമായിട്ടായിരിക്കും എൻ്റർ ആവുക. എന്നിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യിക്കുന്നു കൺകാറ്റനേഷൻ വെച്ചിട്ട് 3x3 മെട്രിക്സ് ഈസ് എന്നും പറയും. നമ്മൾ ആ മെട്രിക്സ് എനെ പ്രിന്റ് ചെയ്യിക്കുന്നു. കാര്യം നമ്മൾ മെട്രിക്സ് ഫംഗ്ഷൻ വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെട്രിക്സിന്റെ പേര് എ എന്നാണ്. സോ അത് പ്രിന്റ് ചെയ്യിക്കുന്നു. ഇനി നമ്മൾ ഡയമെൻഷൻ, നമുക്ക് ഈ മെട്രിക്സിന്റെ നമ്മളിപ്പോൾ ഓൾറെഡി മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തു. അത് വലിയ പ്രോഗ്രാംസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെട്രിക്സിന്റെ ഡയമെൻഷൻ ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം, നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ ഓഫ് എ കൊടുത്തില്ലെങ്കിലും നമുക്കറിയാം എന്താ വരുന്നെന്നുള്ളത്. ഇനി അറിയാൻ മേലാത്ത കേസുകളിൽ എങ്ങനെയാണെന്നുള്ളതാണ്. അതാണ് ഈ എക്സാമ്പിൾ വെച്ച് കാണിക്കുന്നത്. നമ്മൾ ഡയമെൻഷൻ ഓഫ് മെട്രിക്സ് എടുക്കാൻ എന്ത് ചെയ്താൽ മതി? DIM ഓഫ് എ, DIM എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് അതിനകത്തോട്ട് മെട്രിക്സിന്റെ പേര് പാസ് ചെയ്താൽ നമുക്ക് അതിന്റെ ഡയമെൻഷൻ കിട്ടും. കാണിച്ചു തരാം. നമ്മൾ ആദ്യം മെട്രിക്സ് പ്രിന്റ് ചെയ്യിച്ചതാണ് ഇത്രയും കേട്ടോ. ഇനി ഡയമെൻഷൻ നോക്കി 3 റോയും 3 കോളവും. ഓക്കെ, ഇനി അടുത്തതോ എത്ര റോ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ n റോ ഓഫ് എ. n റോ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്ത് തരും? 3 റോ. നമുക്ക് 3 റോ ഉള്ളതുകൊണ്ട് നമ്പർ ഓഫ് റോസ് 3 എന്ന് തരും. ഇനി മറ്റേതാണെങ്കിലോ n COL എന്ന് കൊടുത്താൽ നമുക്ക് ആ മെട്രിക്സിന്റെ കോളംസ് കിട്ടും. ഇനി അതിന്റെ ലെന്ത് കിട്ടാനാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലെന്ത് ഓഫ് എ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പ്രോഡ് ഡയമെൻഷൻ ഓഫ് എ, അതായത് PROD എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതെപ്പോഴും യൂസ് ചെയ്യേണ്ട, നിങ്ങൾ ലെന്ത് തന്നെ യൂസ് ചെയ്താൽ മതി. ലെന്ത് ഓഫ് എ എന്ന് കൊടുത്താൽ മൊത്തം എത്രയാണ്? 9. നമ്മൾ 2 ഓപ്ഷൻസും കൊടുത്തുകൊണ്ടാണ് 2 പ്രാവശ്യം 9 പ്രിന്റ് ആയിട്ട് വന്നത് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ മെട്രിസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഓരോ എലമെന്റ്സിനെ മെട്രിക്സിൽ നിന്നും ആക്സസ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഇത് ഒന്ന് റിവൈസ് ചെയ്താണ്, ഞാൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു വിടാം. നമുക്ക് ആക്സസിങ് എറോ നമ്മൾ ഇത്രയും നമ്മളിപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സെയിം മെട്രിക്സ് തന്നെ എടുത്തിരിക്കുകയാണ്. നമുക്ക് ആദ്യത്തെ 2 റോയിലെ എലമെന്റ്സിനെ എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രിന്റ് A ഓഫ് 1 കോളൻ 2 കോമ. അവിടെ ഒരു കോമയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. കോമയുണ്ട്. കോമ ലാസ്റ്റ് വന്നാൽ റോയും, കോമ ഫസ്റ്റ് വരുവാണെങ്കിൽ കോളവും ആയിരിക്കും. അപ്പം ഇത് റോ വൈസ് ആയിരിക്കും ഡേറ്റ എടുക്കുന്നത്. നമ്മുടെ മെട്രിക്സ് നമ്മൾ പ്രിന്റ് ചെയ്യിച്ചത്, ദെൻ റോ മാത്രം ആക്സസ് ചെയ്ത്. 2 റോ ആണ് നമ്മൾ ആക്സസ് ചെയ്തത്, 1ഉം 2ഉം. സോ 1ഉം 2ഉം അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ കോളം എടുക്കാവുന്നതാണ്. ഇവിടെ നമ്മുടെ മെട്രിക്സ് സെയിം മെട്രിക്സ് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. n റോസ് 3 കൊടുത്തു, n കോളംസ് കൊടുത്തു. ഇതുണ്ട് n കോളം 3 എന്ന് പറഞ്ഞ് കൊടുത്തു. ദെൻ നമുക്ക് ബൈ റോ ഈക്വൽ ടു ട്രൂ. ബൈ റോ കൊടുക്കുന്നത് എന്തിനാണ്? റോ വൈസ് ഡേറ്റ എൻട്രി ചെയ്യാനായിട്ടാണ് ബൈ റോ നമ്മൾ കൊടുക്കുന്നത്. ബൈ റോ ഈക്വൽ ടു ട്രൂ. ബൈ റോ ഈക്വൽ ടു ഫോൾസ് എന്ന് കൊടുത്തായിരിക്കും എന്തായിരിക്കും സംഭവിക്കുക? ബൈ റോ ഈക്വൽ ടു ഫോൾസ് എന്ന് കൊടുത്താലും, ഇനി ബൈ റോ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തില്ലെങ്കിലും അത് കോളം വൈസ് ആയിരിക്കും പ്രിന്റ് ചെയ്ത് വരുന്നത്. എന്നിട്ട് നമ്മൾ നോക്കിയേ, ഞാൻ പറഞ്ഞായിരുന്നു റോ ആണെങ്കിൽ എന്തായിരുന്നു? 1. ഇവിടെ ഇപ്പം 2 കോളം. നേരത്തെ പ്രോഗ്രാമിനകത്ത് നമ്മൾ ആദ്യത്തെ 2 റോ ആയിരുന്നു, അതിന് നമ്മൾ 1:2 കോമ എന്ന് കൊടുത്തു. കോളം ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ കോമ കൊടുക്കും, ദെൻ 1:2 എന്ന് കൊടുക്കും. അപ്പം നമുക്ക് എന്ത് പ്രിന്റ് ആയിട്ട് വരും? ആദ്യത്തെ 2 കോളംസ് പ്രിന്റ് ആയിട്ട് വരും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് നമുക്ക് റോ ആണെങ്കിൽ 1 കോളൻ 2 കോമ, കോളമാണ് എങ്കിൽ കോമ കഴിഞ്ഞ് 1:2. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത്. അത് അത്രേ ഉള്ളൂ വ്യത്യാസം. ഇനി നമുക്ക് മറ്റൊരു
എലമെന്റ് ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നേക്കുന്നതാണ് കേട്ടോ. സെയിം നേരത്തെ തന്ന അതേ പ്രോഗ്രാമാണ്, അതേ മെട്രിക്സ് ആണ്. നമ്മൾ ആ മെട്രിക്സിനെ ഒന്ന് പ്രിന്റ് ചെയ്യിക്കുന്നു. ഇനി ആക്സസിങ് 2 പ്രിന്റ് എ ഓഫ് 1, 2ഉം ആക്സസിങ് 6 പ്രിന്റ് എ ഓഫ് 2. അതായത് നമ്മളിവിടെ ഇവിടെ നോക്കി 1 കോമയാണ്, കോളൻ അല്ല കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് രണ്ടാമത്തെ എലമെന്റിനെ ആക്സസ് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ എലമെന്റ് കിടക്കുന്ന ഫസ്റ്റ് റോയിൽ, അതായത് ഈ 2 എന്ന് പറയുന്ന വാല്യൂ എവിടെ കിടക്കുന്നത് നോക്കാം. 2 എന്ന് പറയുന്ന വാല്യൂ കിടക്കുന്നത് സെക്കൻഡ് പൊസിഷൻ, അതായത് ഫസ്റ്റ് റോയിൽ സെക്കൻഡ് പൊസിഷൻ. സോ നമ്മൾ എന്ത് കൊടുക്കുന്നു? 1 ആദ്യം റോ പറയുന്നു, ദെൻ കോളം പറയുന്നു. അപ്പോൾ 1, 2 എന്ന് പറയുന്ന ആരാണ്? 2 ആണ്. നമുക്ക് 6നെ ആക്സസ് ചെയ്യണമെങ്കിലോ സെക്കൻഡ് റോ തേർഡ് കോളം, അപ്പം 2, 3. മനസ്സിലായോ? അപ്പം നമുക്ക് ഒരു പെർട്ടിക്കുലർ പൊസിഷനിലെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ആദ്യം അതിന്റെ റോ പറഞ്ഞു കൊടുക്കുക, ദെൻ അതിന്റെ കോളം പറഞ്ഞു കൊടുക്കുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ, ഈ കോഡിനകത്ത്. അങ്ങനെയാണ് നമ്മൾ എലമെന്റ്സിനെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു സബ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്കി, ഈ 5, 6, 8, 9 എന്ന് പറയുന്നത് ഒരു സബ് മെട്രിക്സ് ആണ്. അതായത് 3x3 ഇപ്പൊ 1 ഒരു സബ് മെട്രിക്സ് ആണ്, 2, 3 ഇവരെല്ലാം സബ് മെട്രിക്സ് ആണ്. ഇനി ഇതിനകത്ത് നമുക്ക് ഫോം ചെയ്യുന്ന ചെറിയ ചെറിയ മെട്രിക്സുകളും എല്ലാം എന്താണ്? ഇതിന്റെ സബ് മെട്രിക്സ് ആണ്. ഇങ്ങനെയുള്ള മെട്രിക്സുകളെ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം? അതായത് നമ്മളിവിടെ മൈനർ, കോഫാക്ടർ ഒക്കെ നമ്മൾ നമ്മൾ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നേരത്താണ് നമുക്ക് ഈ സബ് മെട്രിക്സുകളുടെ ആവശ്യം വരുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കാം, നമ്മുടെ സെയിം മെട്രിക്സിനാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇത്ര നേരം പറഞ്ഞ അതേ മെട്രിക്സ്. ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് 3 റോസ് ആൻഡ് ഫസ്റ്റ് 2 കോളംസ്, അതായത് ആക്സസിങ് ദ ഫസ്റ്റ് 3 റോസ്, ആദ്യത്തെ 3 റോയും നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് എന്തെടുക്കുന്നു? ആ 3 റോയിലെ 2 കോളങ്ങളെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതെങ്ങനെയാണ്? അപ്പൊ ഇനി ചെയ്യേണ്ട എന്താണ്? ആദ്യം നമ്മൾ കൊടുക്കുന്നു, റോയിൽ എടുക്കുന്നത്. സോ 1:3 കോമ അല്ലേ? ഇനി കോമ കഴിഞ്ഞ് എന്ത് കൊടുക്കണം? കോളത്തിന്റെ കൊടുക്കണം. 1:2, അതായത് 1 തൊട്ട് 3 വരെയുള്ള റോയും 1 തൊട്ട് 2 വരെയുള്ള കോളവും. ഈ കോമ ഇവിടെ കിടക്കുന്നതുകൊണ്ട് കോമ കഴിഞ്ഞിട്ടുള്ളയാള് കോളമായിട്ടും കോമയ്ക്ക് മുമ്പുള്ളത് റോയുമാണെന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ നമുക്ക് പ്രിന്റ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? 1, 2, 4, 5, 7, 8 ആയിരിക്കും. അതെ, ഇത്രമായിരിക്കും നമുക്ക് പ്രിന്റ് ആയിട്ട് വരുന്നത്. സോറി, ഈ 1, 2, 4, 5, 7, 8. നമുക്ക് നോക്കാം അങ്ങനെയാണോ എന്നുള്ളത് അല്ലേ? നോക്കി, 1, 2, 4, 5, 7, 8. മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് ചെറിയ ചെറിയ മെട്രിക്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആദ്യം എന്ത് പറഞ്ഞു കൊടുക്കണം? അതിന്റെ റോ പറഞ്ഞു കൊടുക്കണം, റോയുടെ സീരീസ് പറഞ്ഞു കൊടുക്കുക, ദെൻ എത്ര റോ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, ദെൻ എത്ര കോളംസ് ആണെന്നുള്ളതും പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് മോഡിഫൈങ് എലമെന്റ്സ് ഓഫ് എ മെട്രിക്സ്. എങ്ങനെ മെട്രിക്സിലെ എലമെന്റ്സിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. മോഡിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? വാല്യൂസ് മാറ്റി കൊടുത്തായിരിക്കും മോഡിഫൈ ചെയ്യുന്നത് അല്ലേ? നമ്മുടെ മെട്രിക്സ്, നമ്മുടെ നമ്മൾ ഇത്രയും നേരം യൂസ് ചെയ്തിരുന്ന സെയിം മെട്രിക്സ് അതിനെ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എഡിറ്റിംഗ് ദ തേർഡ് റോ ആൻഡ് തേർഡ് കോളം ഓഫ് എലമെന്റ്സ് ഫ്രം 9 to 30 ബൈ ഡയറക്റ്റ് അസൈൻമെന്റ്. അതായത് മൂന്നാമത്തെ റോയിലെ മൂന്നാമത്തെ കോളത്തിലെ വാല്യൂ, മൂന്നാമത്തെ റോയിലെ മൂന്നാമത്തെ കോളത്തിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വാല്യൂ ആയിരിക്കും 9, തേർഡ് റോ തേർഡ് കോളം. ഇതിൽ നമ്മൾ എന്തായിട്ട് അപ്ഡേറ്റ് ചെയ്യുവാന്നാ പറഞ്ഞത്? 30. അതിനെ നമ്മൾ കൊടുത്തത് ആദ്യം നമ്മൾ എന്ത് കൊടുക്കുന്നു? റോ കൊടുക്കുന്നു, ദെൻ കോളം കൊടുക്കുന്നു, ദെൻ പാസ് ചെയ്യേണ്ട വാല്യൂ കൊടുക്കുന്നു. എന്നിട്ട് നമ്മളത് പ്രിന്റ് ചെയ്യിച്ചപ്പോൾ നമുക്ക് അപ്ഡേറ്റഡ് മെട്രിക്സ് കിട്ടി. 9 പകരം ഇവിടെ ആര് വന്നു? 30 വന്നു. ഓക്കെ, അതാണ് മെട്രിക്സിന്റെ ഓപ്പറേഷൻസ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന മെട്രിക്സ് ഓപ്പറേഷൻ ആണ് മെട്രിക്സ് കൺകാറ്റനേഷൻ. നമ്മൾ ഇത്രയും നേരം നമ്മുടെ അറേസിനെ നമ്മൾ കൺകാറ്റനേറ്റ് ചെയ്തു. ഇനി നമ്മൾ കൺകാറ്റനേറ്റ് ചെയ്യാൻ പോണ മെട്രിക്സുകളാണ്. നമുക്ക് രണ്ട് രീതി ചെയ്യാം, കൺകാറ്റനേഷൻ ബൈ റോ ആൻഡ് കൺകാറ്റനേഷൻ ബൈ കോളം. കൺകാറ്റനേഷൻ ബൈ റോയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് റോ ബൈൻഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ആർ ബൈൻഡ്. എൻ്റെ പേര് റോ ബൈൻഡ് ആണ്, ആർ ബൈൻഡ് എന്നാണ് നമ്മൾ ആ ഫംഗ്ഷനെ വിളിക്കുന്നത്. നെക്സ്റ്റ് കൺകാറ്റനേഷൻ ബൈ കോളം ആണെന്നുണ്ടെങ്കിൽ അത് സി ബൈൻഡ് ആയിരിക്കും. നമുക്ക് ആദ്യം റോ ബൈൻഡിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ സെയിം മെട്രിക്സ് നമ്മൾ കൊടുത്തു, ദെൻ ക്രിയേറ്റിംഗ് ഒരു മെട്രിക്സ് കൂടെ നമുക്ക് വേണം, നമ്മൾ ബി മെട്രിക്സ് എന്നും പറഞ്ഞു കൊടുത്തു. നോക്കി, നമുക്ക് കൺകാറ്റനേറ്റ് ചെയ്യണ രണ്ട് മെട്രിക്സ് വേണമല്ലോ. സോ എ ദെൻ ബി. ഈ രണ്ട് മെട്രിക്സിനെ എങ്ങനെ കമ്പൈൻ ചെയ്യാൻ പോവാണ്? നമ്മൾ റോ വൈസ് കമ്പൈൻ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ, നമ്മുടെ പുതിയ മെട്രിക്സിന്റെ പേര്, കൺകാറ്റനേഷന് ശേഷമുള്ള മെട്രിക്സിന്റെ പേര് സി ഈക്വൽ ടു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന ആർ ബൈൻഡ്. എന്നിട്ട് ആരെയൊക്കെ കൺകാറ്റനേറ്റ് ചെയ്യണ്ടേ?
ഫസ്റ്റ് മെട്രിക്സ് എ ആൻഡ് സെക്കൻഡ് മെട്രിക്സ് ബി. അത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സിനെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് ചെയ്ത് വരുമ്പം ഈ റോ വൈസ് എന്നാ പറഞ്ഞു. റോ വൈസ് എന്ന് പറയുമ്പോൾ 10, 11, 12 എന്ന് പറയുന്നത് എന്തായിട്ട് വരും? അടുത്ത റോ ആയിട്ട് വരും. കാര്യം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു റോ ആണ്, 3 കോളവും. അപ്പം ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെയൊക്കെ. ഔട്ട്പുട്ട് കണ്ടോ? ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് മെട്രിക്സ്. നമ്മളൊരു റോ മെട്രിക്സ് നമ്മൾ വീണ്ടും ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ബി മെട്രിക്സ്. നമുക്ക് സി മെട്രിക്സ് എങ്ങനെയാണ് വരുന്നത്? പുതിയതായിട്ട് റോ അവിടെ ആഡ് ചെയ്ത് വന്നു. ഓക്കെ, അപ്പോൾ സി ബൈൻഡ് ആണെങ്കിൽ എന്നായിരിക്കും വന്നിട്ട് വരിക? നമ്മൾ റോയുടെ കൗണ്ട്, നമുക്ക് കോളം അവിടെ 1 ആയിരിക്കും, റോസ് 3 ആയിരിക്കും. 10, 11, 12 അടുത്ത കോളമായിട്ടായിരിക്കും വരുന്നത്. നമുക്കത് നോക്കാം. കൺകാറ്റിനേഷൻ ഓഫ് എ കോളം നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ സി ബൈൻഡ് ആണ്. നമ്മുടെ 2 മെട്രിക്സ് ഇത് തന്നെ കൊടുത്തു കണ്ടോ? സെയിം എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ റോസിന്റെ നമ്പർ 3. കാര്യം കോളം വരുമ്പം 3 റോ ആണ് വരേണ്ടത്, ഒരു കോളമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മൾ എൻ്റർ ചെയ്യുന്ന റോ വൈസ് ആണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ ആർ ബൈൻഡിന് ഒരു ആര് വന്നു? സി ബൈൻഡ് വന്നു. കോളം വൈസ് ആഡ് ചെയ്യുന്നു എന്ന് മാത്രം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രിന്റ് സി. കോളത്തിനെ പ്രിന്റ് ചെയ്യിക്കുന്നു. പ്രിന്റ് ചെയ്യിച്ചപ്പോൾ കണ്ടോ, നേരത്തെ ഇവിടെ താഴെയായിരുന്നു വന്നിരുന്നത് അല്ലേ? ഈ 3യുടെ താഴെ 4 എന്ന് പറഞ്ഞ റോ ആയിട്ട് വന്നെങ്കിൽ കോളം ബൈൻഡ് വന്നപ്പം 4മതൊരു കോളം അവിടെ ആഡ് ചെയ്തു. അതിനാണ് കണ്ടത് ഇവിടെ 3 റോ അല്ലേ? 10ാമത്തേത് ഫസ്റ്റ് റോ, 11 സെക്കൻഡ് റോ, 12 തേർഡ് റോ. ഇവരെ 3 പേരെയും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്തപ്പം അത് 4th റോ ആയി, ഒറ്റ കോളവും. അങ്ങനെയാണ് നമുക്ക് കോളം വൈസും റോ വൈസും എക്സ്ട്രാ കൺകാറ്റിനേഷൻ നടത്താൻ പറ്റുന്നത്. റോ വൈസ് ആണ് ആർ ബൈൻഡ്, കോളം വൈസ് ആണ് സി ബൈൻഡ്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഇനി റോയും കോളവും ഡിലീറ്റ് ചെയ്യാൻ. റോയും കോളവും ഡിലീറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഏത് റോയാണോ ഡിലീറ്റ് ചെയ്യേണ്ടത്, എ ഓഫ് റോ ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ കോമ എന്ത് എലമെന്റിന് ശേഷമാണ്, റോ ആണെങ്കിൽ കോമ വരുന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കും വരിക? സോറി, നമുക്കിപ്പോൾ മെട്രിക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെട്രിക്സിനകത്ത് 2ാമത്തെ റോ ഡിലീറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. 4, 5 ആദ്യത്തെ മെട്രിക്സ് ഇതാണ്. 4, 5, 6 നമുക്ക് ഡിലീറ്റ് ചെയ്യണം. റോ ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. സോ 2 കോമ എന്നായിരിക്കണം വരേണ്ടത്. ഡിലീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മൈനസ് എന്ന് കൊടുത്തു. സോ മൈനസ് കൊടുത്ത് നമ്മൾ വീണ്ടും പ്രിന്റ് ചെയ്യിച്ചപ്പോൾ എന്തായി? ആ 4, 5, 6 എന്നുള്ളത് അതങ്ങ് പോയിട്ട് ആ 7, 8, 9 4, 5, 6ന്റെ പൊസിഷനിലേക്ക് വന്നു. മനസ്സിലായോ? ഇതാണ് റോ ഡിലീഷൻ. അപ്പൊ കോളം ഡിലീഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? -2 എന്ന് കൊടുത്താൽ സെക്കൻഡ് കോളം ഡിലീറ്റ് ആവും. അതായത് കോളമാണ് കൊടുക്കേണ്ടതെങ്കിൽ കോമ കഴിഞ്ഞതിന് ശേഷം വാല്യൂ കൊടുക്കുക. റോ ആണെങ്കിൽ എന്ത് കൊടുക്കണം? വാല്യൂവിന് ശേഷം കോമ കൊടുക്കുക. ഇത് കണ്ടോ, സെയിം എക്സാമ്പിൾ തന്നെ. നമ്മൾ കോമയാണ് ഇവിടെ ആദ്യം കൊടുത്തത്. കോമ -2 എന്ന് കൊടുത്താൽ സെക്കൻഡ് കോളം ഡിലീറ്റ് ആവും. ഇവിടെ നോക്കുക, സെക്കൻഡ് കോളം 258 ഇവിടെ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ 258 ഉണ്ട്, ഇതവിടെ ഡിലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.